ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നീലഗിരി സ്പെഷ്യാലിറ്റീസ്, നീലഗിരിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തമിഴ്നാട്ടിലെ 38 ജില്ലകളിലൊന്നാണ് നീലഗിരി എന്നത്. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് നീലഗിരി എന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2638 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ടോട്ടൽ ഏരിയ, ഈ ജില്ലയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2565 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 7,35,349 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഭരണപരമായ ആസ്ഥാനം ഊട്ടിയാണ്. ഇവിടുത്തെ പ്രധാന പട്ടണവും ഊട്ടിയാണ്. മറ്റ് പ്രധാന പട്ടണങ്ങളെന്ന് പറയുന്നത് കൂനൂർ, കോത്തഗിരി, കൂടല്ലൂർ എന്നിവയാണ് മറ്റ് പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. ഊട്ടിയാണ് മെയിൻ സിറ്റി. അതോടൊപ്പം ഇവിടുത്തെ ഭരണപരമായ ആസ്ഥാനവും ഊട്ടിയാണ്. നീലഗിരി ഇതിൻ്റെ തെക്ക് കോയമ്പത്തൂരും തെക്ക് കോയമ്പത്തൂർ, കിഴക്ക് ഈറോഡ്, അതോടൊപ്പം കർണാടകയിലെ ചാമരാജനഗർ ജില്ല, അതോടൊപ്പം വടക്ക് വയനാട്, അതോടൊപ്പം പടിഞ്ഞാറ് മലപ്പുറം ജില്ല എന്നിങ്ങനെയാണ് ഇതിൻ്റെ അതിർത്തികളെന്ന് പറയുന്നത്. അപ്പോൾ കേരളം, കർണാടക, തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് നീലഗിരി എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ നീലഗിരിക്ക് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം അവിടെ പണ്ടുകാലത്ത് വ്യാപകമായ ഒരു പുഷ്പം, അതായത് അതിൻ്റെ കളറെന്ന് പറയുന്നത് നീല നിറത്തിലുള്ള കളർ. അതോടൊപ്പം അതിൻ്റെ പേരെന്ന് പറയുന്നത് നീലാസ്ട്രോ ബിലാന്തസ് എന്നായിരുന്നു ആ പുഷ്പത്തിൻ്റെ പേര്. അത് ധാരാളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ചെടി അവിടെ ഉള്ളതുകൊണ്ട്, ആ ഒരു സസ്യം അവിടെ ഉള്ളതുകൊണ്ടാണ് പിന്നീട് അതിനെ നീലഗിരി എന്ന് വിളിക്കുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഇതിന് പേര് വരുവാനായിട്ടുള്ള കാരണം. അതോടൊപ്പം ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇവിടെ ഗോത്രവർഗ്ഗക്കാർ, ആദിവാസികളുടെ കൈകളിലായിരുന്നു ഈ നീലഗിരി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, അതായത് 1819 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇവിടെ കൈയടക്കുകയും കാപ്പി, തേയില തുടങ്ങിയ കാപ്പിത്തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുകയും വേനൽക്കാല വസതികൾ അനേകം പണിയുകയും ചെയ്തു 1819. പിന്നീട് 1847 ആയപ്പോഴേക്കും ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും വന്ന മിഷണറിമാർ ഇവിടെ സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നീലഗിരിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് തമിഴ്നാടിനോട് ചേരുകയും ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം തമിഴ്നാടിനോട് ചേരുകയും ചെയ്തു 1947 ശേഷം. നീലഗിരി ടൂറിസ്റ്റുകളെ അനേകം ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് നീലഗിരി എന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ മൂടൽമഞ്ഞും നല്ല തണുത്ത കാലാവസ്ഥയുമൊക്കെ അനേക കാര്യങ്ങളെ അവിടേക്ക് ആകർഷിക്കുന്നുണ്ട് നീലഗിരി എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.